റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇന്ത്യക്കെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ ഉപദേഷ്ടാവ് പീറ്റർ നവാറോ നടത്തിയ പ്രകോപനപരമായ പരാമർശം നയതന്ത്ര മേഖലയിൽ പുതിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച നവാറോ ഈ സംഘർഷത്തെ മോദിയുടെ യുദ്ധം എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ ഇതിനകം തന്നെ വിള്ളലുകൾ വീണ ഈ സമയത്ത് നവാറോയുടെ ഈ പ്രസ്താവന കൂടുതൽ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ 50% തീരുവ ചുമത്തിയ സാഹചര്യത്തിലാണ് നവാറോയുടെ ഈ ആരോപണം എന്നതും ശ്രദ്ധേയമാണ്. നവാറോയുടെ വാദങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ്? അമേരിക്കയുടെ ഈ നീക്കങ്ങൾ ഇന്ത്യ-US ബന്ധത്തെ എങ്ങനെ ബാധിക്കും? ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിലാണ് പീറ്റർ നവാറോ ഇന്ത്യയെ ലക്ഷ്യമിട്ട് രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് റഷ്യയുടെ സൈനിക നീക്കങ്ങൾക്ക് സാമ്പത്തികമായി പിന്തുണ നൽകുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം. ഇത് അമേരിക്കൻ നികുതിദായകരുടെ മേൽ കൂടുതൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ എണ്ണ കിഴിവ് നിരക്കിൽ വാങ്ങുന്നതിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് റഷ്യ കൂടുതൽ യുക്രൈനക്കാരെ കൊല്ലാൻ തങ്ങളുടെ യുദ്ധതന്ത്രത്തിന് ഫണ്ട് നൽകുന്നു എന്ന് നവാറോ ആരോപിച്ചു. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാനപരമായ വഴി ന്യൂഡൽഹി വഴിയാണെന്ന് പറഞ്ഞ നവാറോ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയാൽ US ഇന്ത്യക്ക് നൽകിയ 50% തീരുവയിൽ 25% കുറവ് വരുത്താൻ തയ്യാറാണെന്നും അറിയിച്ചു. ഇത് ഇന്ത്യയുടെ നയങ്ങളെ മാറ്റിയെടുക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ഉപാധിയാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി യുദ്ധയന്ത്രത്തെ പോഷിപ്പിക്കാൻ സഹായിച്ചാൽ ഇന്ത്യക്ക് നാളെ തന്നെ 25% കിഴിവ് ലഭിക്കും. നവാറോയുടെ വാക്കുകൾ ഇന്ത്യയോടുള്ള നിരാശ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യക്കാർക്ക് ഈ വിഷയത്തിൽ വളരെ അഹങ്കാരമുണ്ട് എന്നും ആരിൽ നിന്ന് വേണമെങ്കിലും എണ്ണ വാങ്ങാമെന്ന നിലപാടാണ് അവർക്കുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു മികച്ച നേതാവാണ് മോദിയെന്നും ഇന്ത്യ ഒരു പക്വതയുള്ള ജനാധിപത്യമാണെന്നും അദ്ദേഹം സമ്മതിച്ചുവെങ്കിലും ഇന്ത്യയുടെ നയങ്ങൾ അദ്ദേഹത്തിന് നിരാശയുണ്ടാക്കിയെന്നും കൂട്ടിച്ചേർത്തു. ഈ ആരോപണങ്ങളെല്ലാം അമേരിക്കൻ നയതന്ത്ര രംഗത്ത് ഇന്ത്യയോടുള്ള അതൃപ്തി വർദ്ധിപ്പിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യയുടെ നയതന്ത്ര സമീപനങ്ങൾ വ്യക്തമാണ്. യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഒരു പക്ഷത്തും ചേർന്നിട്ടില്ല. അതേസമയം റഷ്യയുമായുള്ള ദീർഘകാല ബന്ധം നിലനിർത്താൻ ഇന്ത്യ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉപരോധങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കണക്കുകൾ നോക്കിയാൽ ഈ നയം വ്യക്തമാകും. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത്. എന്നാൽ ഉപരോധങ്ങൾ വന്നതോടെ റഷ്യ ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ നൽകാൻ തുടങ്ങി. ഇത് ഇന്ത്യക്ക് ഒരു സുവർണ അവസരമായിരുന്നു. ഈ നീക്കം ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുകയും ആഗോള വിപണിയിലെ എണ്ണവില നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ അത് ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇത് ലോക സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും. ഇത് എപ്പോഴും ഒരു സ്വതന്ത്ര വിദേശ നയമാണ് പിന്തുടരുന്നത്. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെയോ കൂട്ടായ്മയുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് കഴിയും. ഈ നിലപാടാണ് റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ചതും. അതുകൊണ്ട് തന്നെ നവാറോയുടെ ഈ പ്രസ്താവനകൾ ഇന്ത്യയുടെ നയങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ സാധ്യതയില്ല. നവാറോയുടെ പ്രസ്താവനകൾ ഇന്ത്യ-US ബന്ധത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. ഇത് കേവലം വാക്കുകൾ മാത്രമല്ല. ഇന്ത്യക്കെതിരെ US ഇതിനകം 50% തീരുവ ചുമത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഈ നീക്കങ്ങളെല്ലാം ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ US വിപണിയിൽ കൂടുതൽ ചെലവേറിയതാകും. ഇത് ഇന്ത്യയുടെ കയറ്റുമതിയും സാമ്പത്തിക വളർച്ചയും ബാധിക്കും. എന്നാൽ നവാറോയുടെ പ്രസ്താവനകൾക്ക് പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്. വരാൻ പോകുന്ന US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന് ഈ വിഷയങ്ങൾ സഹായിക്കുമെന്ന് നവാറോ കരുതുന്നു. എന്നാൽ നവാറോയുടെ പ്രസ്താവനകൾക്ക് പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്. വരാൻ പോകുന്ന US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന് ഈ വിഷയങ്ങൾ സഹായിക്കുമെന്ന് നവാറോ കരുതുന്നു. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അമേരിക്കൻ തൊഴിലാളികളുടെയും നികുതിദായകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് കാണിക്കാൻ നവാറോ ശ്രമിക്കുകയാണ്. ഇതിലൂടെ ഇന്ത്യ ഒരു വില്ലനായി ചിത്രീകരിച്ച് അമേരിക്കൻ ജനതയുടെ പിന്തുണ നേടാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. പ്രതിരോധ മേഖലയിൽ റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ പങ്കാളിയാണ്. യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയുമായുള്ള ബന്ധം തകർത്താൽ അത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയും ദീർഘകാല തന്ത്രപരമായ താല്പര്യങ്ങളെയും ദോഷകരമായി ബാധിക്കും. അതിനാൽ നവാറോയുടെ പ്രസ്താവനകൾ ഇന്ത്യ ഒരു തമാശയായി കാണില്ല.
ഒരു വശത്ത് യുക്രൈൻ റഷ്യ യുദ്ധം ലോക സമാധാനത്തിന് ഭീഷണിയാകുമ്പോൾ മറുവശത്ത് അത് ആഗോള നയതന്ത്ര ബന്ധങ്ങളിൽ പുതിയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നു. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ US അതിനെ തങ്ങളുടെ താൽപര്യങ്ങൾക്കെതിരായ നീക്കമായി കാണുന്നു. നവോറയുടെ മോദിയുടെ യുദ്ധം എന്ന പരാമർശം ഇന്ത്യയുടെ പരമാധികാരത്തെയും നയതന്ത്ര സ്വയംഭരണത്തെയും ചോദ്യം ചെയ്യുന്നതാണ്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും ഇടപെടാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ നിലപാട് ഇന്ത്യക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അമേരിക്കയുടെ ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് സൂചന. ഇന്ത്യയുടെ നയതന്ത്ര മൗനം തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. റഷ്യയുമായുള്ള സഹകരണം നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയുമായുള്ള ബന്ധം വഷളാകാതെ മുന്നോട്ട് പോകുക എന്നത് ഇന്ത്യക്ക് വലിയ നയതന്ത്ര വെല്ലുവിളിയാണ്. പീറ്റർ നവാറോയുടെ ഈ പ്രസ്താവനകൾ ഇന്ത്യയും US തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമാകുമോ എന്ന് കണ്ടറിയാം. എന്തായാലും ആഗോള രാഷ്ട്രീയത്തിലെ ഈ പുതിയ സമവാക്യങ്ങൾ ഇന്ത്യൻ വിദേശ നയത്തിന് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്.